ഞാൻ പൈസ എന്റെ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ. നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു, ഒരു 8,000 രൂപ. ഒരു ശക്കല കുഴപ്പമുണ്ട്. പറഞ്ഞേക്ക് 8,000 കൊടുത്തു, ഒരു രൂപ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം, അത് കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം ആയില്ല, അതിന് മുമ്പ് ചോദിക്കാം. രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാ അപ്പം മരിച്ചു എന്ന് പറയണം. ഒരു പൂശ വെച്ചോണ്ടല്ലോ പോത്തെ. അപ്പൊ അപ്പം മരിച്ച ഒരു 1000 രൂപ വരും, വണ്ടിക്കാശിന് പോകാനാന്ന് പറയണം. അപ്പൊ അത് തന്നെ ഞാൻ 1000 രൂപ വെച്ചപ്പോ 2,000 രൂപ കൊടുത്തു. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. ഇനി വേറെ ആൾക്കാരും ചോദിക്കണ്ട, നിങ്ങൾ നേരെ വിട്ടു പോകും, അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു. ഇത്രയും കാര്യം ഞാൻ ചെയ്തുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ബിഗ് ബോസ് വിജയിച്ച ആളാണ്. അവിടെ അരി ഉഴുന്നു ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഇപ്പൊ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട് പൊന്നെടുക്കുന്നിടത്ത് പൂച്ചക്ക് എന്തുവാ കാര്യം? എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട്. അത്രയും നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. യാതൊരു അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ, എന്റെ കാര്യങ്ങളിൽ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിലും എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ആൾക്കാർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് നീ എവിടെ ആരും യൂസ് ചെയ്യാനുള്ള ഞാൻ വിളിച്ചു പറയും. ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല. പിന്നെ നിങ്ങളെ മീഡിയ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ കുറിച്ച് ബാഡായിട്ട്, അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ച എത്ര ആൾക്കാരുണ്ട് മറ്റേതിനകത്ത്. സത്യമായിട്ട് ഞാൻ ന്യൂറായിട്ട് പോവും, ഏതറ്റം വരെ പോവും. തസ്ലിം അത് ഏത് സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടക്കല്ലേ, ഏകദേശം കടത്ത തന്നെയാണ്. ഏകദേശം അടുത്തന്നെ. ടെൻഷനാവണ്ട. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 25-നാണോ അത്, ആ ഡേറ്റ് എനിക്കറിയില്ല. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതായത് ഈ ജിൻഡോയും തസ്ലീമായിട്ട് പരിചയമുണ്ട്. ആ പരിചയം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടായ പരിചയമാണ്? ഇപ്പൊ കിട്ടും. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങളെ ആയിട്ട് എനിക്ക് പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളോട് എനിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല? അറിയാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ എനിക്ക്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ, അതറിയാലോ.